ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇംഗ്ലീഷ് മാസ്റ്ററി കോഴ്സിന്റെ രണ്ടാമത്തെ സെഷനാണ് ഇത് ചെയ്യുന്നത്. ആദ്യത്തെ സെഷൻ കുറെ പേര് റെസ്പോണ്ട് ചെയ്ത് ചിലരൊക്കെ പേഴ്സണലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ചിലർ ആൻസർ എഴുതിയിട്ടു, പലരും എഴുതിയിട്ടിട്ടില്ല. എനിവേ, നല്ലൊരു റെസ്പോൺസ് ആണ് കിട്ടിയത്. നിങ്ങൾ ഒന്നുകൂടി എക്സ്പ്രസീവ് ആവുക, മാത്രമല്ല പ്രിപ്പയർഡ് ആയിട്ട് വന്ന് ഇരിക്കുക. അതായത് നമ്മൾ ഒരു നോട്ട്ബുക്കും പേനയൊക്കെ എടുത്ത് നമ്മൾ വർക്കൗട്ട് ചെയ്യാവുന്ന രീതിയിൽ അതിനുള്ള പ്രിപ്പറേഷനോട് കൂടി ആയിരിക്കണം നിങ്ങൾ ക്ലാസ്സിന് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സോ ലെറ്റ് us കം ടു ദ നെക്സ്റ്റ് സെഷൻ. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾ മാപ്പ് കണ്ടു, ആ മാപ്പിനനുസരിച്ച് നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ്സിന് അതിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾ റീഅറേഞ്ച് ചെയ്തു. ഡെഫിനറ്റ്ലി ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു പ്രധാന കാര്യം, നിങ്ങൾ അതിലെ ആക്ഷൻ വേർഡ്സ് അഥവാ വേർബ്സ്, പ്രവൃത്തിയെ കാണിക്കുന്ന ചില വേർഡ്സുകളൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഇന്ന് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഒന്നുകൂടി അതിലേക്കൊന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട്, കാരണം നമുക്ക് തുടർന്നു വരുന്ന ഓരോ ആക്ടിവിറ്റീസിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു വർക്ക് ഔട്ട്. സോ ദാറ്റ്സ് വൈ ഐ എം ഗിവിങ് യു ദീസ് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഓരോ ദിവസത്തെയും ആക്ടിവിറ്റീസ് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളതിനെ സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ട് നമ്മൾ അറിയാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലത്തെ നമ്മളുടെ ആൻസേഴ്സ് ഒന്ന് പരിശോധിക്കുകയും കൂടെ ചെയ്യാം നമ്മൾ ഇന്ന് വരുന്നതിന് മുമ്പ്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഏതാണ് ഞാനൊന്ന് ഇവിടെ ഷെയർ ചെയ്യാം. നിങ്ങളിൽ പലർക്കും ഈ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയും അതിലേക്ക് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഒന്നുകൂടെ ഞാൻ അവർക്ക് ആൻസേഴ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട്, അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ട്. ഇതാണ് ഇതിന്റെ ആൻസേഴ്സ്. അതിന്റെ ഒരു ഓർഡർ നമ്മൾ മാപ്പ് നോക്കി അതിനനുസരിച്ച് നമ്മൾ റീഅറേഞ്ച് ചെയ്തതാണ്. അതിന്റെ ആൻസർ ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ആക്ടിവിറ്റീസിലേക്ക് പോവാണ്. നിങ്ങൾ ഇതേപോലെ മറ്റൊരു ഫ്രണ്ടിനെ നിങ്ങൾ ബസ് സ്റ്റേഷൻ യു ആർ ഗൈഡിങ് യുവർ ഫ്രണ്ട് ടു ദ ബസ് സ്റ്റേഷൻ നിയർ ബൈ. നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ബസ് സ്റ്റേഷനിലേക്ക് ഒരാൾ വഴി ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് നിങ്ങൾ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ചില ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയായിരിക്കും? അതാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ജസ്റ്റ് വാക്ക് സ്ട്രൈറ്റ് എ ലിറ്റിൽ. ജസ്റ്റ് നിങ്ങൾ നേരെ ഒരല്പം മുന്നോട്ട് നടക്കുക. ദെൻ ടേൺ റൈറ്റ് ഫ്രം ദ ജംഗ്ഷൻ. അങ്ങനെ കുറച്ചുകൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ജംഗ്ഷൻ കാണാം, അവിടെ വെച്ച് നിങ്ങൾ റൈറ്റിലേക്ക് ടേൺ ചെയ്യാം. അഗെയിൻ ഗോ അഹെഡ് ഫോർ എ വൈൽ. കുറച്ചുകൂടെ മുന്നോട്ട് പോവുക. ദെൻ യു ക്യാൻ സീ ആൻ ആരോ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ആരോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ അടയാളം. ആ ആരോ ഫോളോ ചെയ്യുക. ഫോളോ ദി ആരോ ആൻഡ് റീച്ച് ദ സ്റ്റേഷൻ. സിമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. ആ ബോർഡിൽ കാണിച്ചിരിക്കുന്ന ആരോ ഫോളോ ചെയ്യുക, നിങ്ങൾ ബസ് സ്റ്റേഷനിൽ എത്തുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം. വളരെ സിമ്പിൾ ആണ്. വി യൂസ്ഡ് ഓൺലി വെരി 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 ഫ്യൂ വേർഡ്സ്. ആക്ഷൻ വേർഡ്സ് ഇപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ശ്രദ്ധിക്കുക, ഞാൻ റെഡിങ്കിൽ നൽകിയിരിക്കുന്നതാണ് ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. വാക്ക് ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഇതിനിടക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചില ലിങ്കിങ് വേർഡ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ പിന്നെ ജസ്റ്റ് നമ്മൾ പറയില്ലേ, ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യുക, ജസ്റ്റ് വാക്ക് ചെയ്യുക. ഒന്ന് നിങ്ങൾ കേവലം ഈ കാര്യം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ജസ്റ്റ്. അതുപോലെ ദെൻ, പിന്നെ എന്നൊക്കെ നമ്മൾ സാധാരണ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യുന്ന ലിങ്കിങ് വേർഡ്സ് ആണ്. അതിൽപ്പെട്ട ചില വേർഡ്സ് ആണ് നമ്മൾ ഈ വേർബിന്റെ മുമ്പേ ഉപയോഗിച്ചിട്ടുള്ളത്. എപ്പോഴും നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ ആദ്യം ആക്ഷൻ വേർഡ് മാത്രം യൂസ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കോൺവെർസേഷന്റെ ഫ്ലോയ്ക്ക് വേണ്ടി, ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി, ആ കണക്റ്റിംഗ് ലിങ്ക്സ് നമ്മൾ ആഡ് ചെയ്ത് ശീലിക്കാൻ വേണ്ടിയാണ് ഇത് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോ അഗെയിൻ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ അഹെഡ്, മുന്നോട്ട് തന്നെ പോവുക. അഗെയിൻ വീണ്ടും, അതുപോലെ ആഫ്റ്റർ ദാറ്റ്. ഇതൊക്കെ നമ്മൾ സാധാരണ സെന്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില ഫ്രേസസ് ആണ്. ദെൻ യു ക്യാൻ സീ ആൻ ആരോ, നിങ്ങൾക്ക് ഒരു ആരോ അവിടെ കാണാം എന്നർത്ഥത്തിലാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഒരാൾക്ക് നമ്മൾ ഒരു ഗൈഡ് ലൈൻ നൽകുകയാണ്. ഇപ്പൊ നിങ്ങളൊരു ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗത്ത് നിന്നുകൊണ്ട് താഴോട്ട് പോകാൻ ഒരാൾ ഗൈഡ് ചെയ്യാണ്, ഇന്ന ഷോപ്പിലേക്കുള്ള വഴി എങ്ങനെ ചോദിക്കുമ്പോൾ ജസ്റ്റ് ഗോ ഡൗൺ സ്റ്റേഴ്സ്, താഴോട്ട് പോവുക, ദെൻ ടേൺ റൈറ്റ്, ദെൻ ടേൺ ലെഫ്റ്റ്, ജസ്റ്റ് ഗോ ഹെഡ്, അല്ലെങ്കിൽ ഗോ സ്ട്രേറ്റ്. ഇതൊക്കെ നമുക്ക് സാധാരണ ഡെയിലി കോൺവെർസേഷനിൽ നമുക്ക് ആവശ്യമുള്ള സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആൻഡ് ഫ്രേസസ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക. സോ റിയൽ സിറ്റുവേഷനില് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്യാം. ഇതുപോലെ നിങ്ങളും പല റിയൽ സിറ്റുവേഷനും ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും ഓരോ ദിവസവും. ജസ്റ്റ് ഇമാജിൻ സച്ച് എ സിറ്റുവേഷൻ ആൻഡ് പ്രിപ്പയർ യുവർ സെൽഫ് മെന്റലി. നിങ്ങളെ മനസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞു നോക്കുക. ഒരാൾക്ക് റിയൽ ആയിട്ട് നമ്മൾ ഒരാളെ ഗൈഡ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. അതൊരു പ്രാക്ടീസാണ്. ഇത് നിങ്ങൾ അറിയാതെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻഡ് നാച്ചുറലി ഇംഗ്ലീഷ് വിൽ കം ടു യു ഇൻ എ റിയൽ സിറ്റുവേഷൻ വേർ യുവർ ഫ്രണ്ട് നീഡ് യുവർ ഗൈഡൻസ്. ഇവിടെ നിങ്ങൾ യു ഗൈഡ് യുവർ ഫ്രണ്ട് ടു ദ ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ ഫ്രണ്ടിന് വഴി കാണിച്ചു കൊടുക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. നിയർ ബൈ ബസ് സ്റ്റേഷൻ, തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക്. ഇതുപോലെ നിങ്ങൾക്ക് റിയൽ സിറ്റുവേഷൻസ് പലതും വരും. ജസ്റ്റ് അതിന് ഇമാജിൻ ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് നോക്കുക. അതിൽ ഒന്നോ രണ്ടോ സാമ്പിൾസ് നിങ്ങളെ ഗ്രൂപ്പിലേക്കൊക്കെ, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് വിടുക. അങ്ങനെ വരുമ്പോൾ ഇതിലെ കുറച്ചൊക്കെ നമ്മൾ മിസ്റ്റേക്കുകൾ വരട്ടെ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. മിസ്റ്റേക്കുകളിലൂടെ നമ്മൾ മുന്നേറുമ്പോഴാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. എക്സ്പീരിയൻഷ്യലി വി ആർ ലേണിംഗ്. ഡേ ബൈ ഡേ വി ആർ ലേണിംഗ്, വി ആർ ഇംപ്രൂവ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക പ്രാക്ടീസിലൂടെ. അപ്പൊ പ്രാക്ടീസ് എന്ന് പറയുന്നത് വർക്കൗട്ട് ചെയ്യുക. പ്രിപ്പയർ ആൻഡ് റൈറ്റ് ആൻഡ് ഓൾസോ ടോക്ക് ഇൻ യുവർ മൈൻഡ്. മനസ്സിലൊന്നും ഇങ്ങനെ പ്രിപ്പയർഡ് ആക്കിയിട്ട് വെക്കുക. ദെൻ ഇത്രയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ ആക്ടിവിറ്റി നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ട ഇതാണ്. ഇപ്പൊ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന സക്സസ്ഫുൾ പീപ്പിൾ, അൺസക്സസ്ഫുൾ പീപ്പിൾ ആയിട്ടുള്ളവരുടെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഇത്ര മാത്രം ചെയ്യേണ്ടതുള്ളൂ. ജസ്റ്റ് റീഡ് ഇറ്റ്, ഗോ ത്രൂ ഇറ്റ്. അതിലൂടെ നിങ്ങൾ അതിനൊന്ന് വായിക്കുക. അതിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ വെച്ചാൽ ഐഡന്റിഫൈ സം ആക്ഷൻ വേർഡ്സ്. ചില ആക്ഷൻ കാണിക്കുന്ന ചില വേർഡ്സ് ഇതിനകത്തുണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ എടുത്തെഴുതുക. ഉദാഹരണത്തിന് ഞാൻ ഫസ്റ്റ് സ്ലൈഡിലെ ഫസ്റ്റ് സെന്റൻസ് നോക്കുക. ഗിവ് അതർ പീപ്പിൾ ക്രെഡിറ്റ്. നിങ്ങൾ മറ്റുള്ള ആളുകൾ വിജയിച്ചു വരുമ്പോൾ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കുക എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഗിവ് എന്ന് പറയുന്നത് നൽകുക എന്ന വേർഡ്സിലൂടെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നൽകുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. ഇതുപോലെ ഇവിടെ ഗിവ് ആണ് ഇവിടുത്തെ ആക്ഷൻ വേർഡ്. ഇതുപോലെ ഓരോ ഫ്രേസിലും ഓരോ ഇൻസ്ട്രക്ഷനിലും, ഇതിലൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്, അതിലെ ആക്ഷൻ വേർഡ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. അത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഒരു മിനിമം 5 to 10 ആക്ഷൻ വേർഡ്സ് ഇതിൽ നിന്നും ജസ്റ്റ് പിക്ക് ചെയ്യുക. അതൊന്ന് റൈറ്റ് ചെയ്യുക, കമന്റ് ബോക്സിൽ എഴുതിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. മനസ്സിലായല്ലോ? നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി, ഇന്നത്തെ ആക്ടിവിറ്റി ഇതാണ്. ജസ്റ്റ് ഐഡന്റിഫൈ ദി ആക്ഷൻ വേർഡ്സ്. ഈ നൽകിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസിലൊക്കെ ഉള്ള ഓരോ ആക്ഷൻ വേർഡ്സിനെ മാത്രം എടുത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തേല് ഗിവ് എന്നതാണ്. അപ്പൊ ഗിവ് ഒരു ആക്ഷൻ വേർഡാണ്. നൽകുക, നിങ്ങൾ നൽകുക. ഇതുപോലെയുള്ള വേർഡ്സ് താഴെ ഒരുപാടുണ്ട്. അതിലൊരു മിനിമം 5 to 10 നിങ്ങൾ കണ്ടെത്തിയിട്ട് അത് എന്ത് ചെയ്യുക, ജസ്റ്റ് കമന്റിൽ ഒന്ന് എഴുതിയിടുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു എന്നതിൻ്റെ പ്രൂഫായിട്ട് ഞാനത് പരിഗണിക്കും. നിങ്ങളുടെ
എത്രമാത്രം നിങ്ങൾ അതിൽ എന്തൂസിയാസ്റ്റിക് ആണ്, ആക്റ്റീവ് ആണ് എന്നതിന്റെ തെളിവായിട്ട് എനിക്കത് മനസ്സിലാക്കാനും കൂടി വേണ്ടിയാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഇത് കമന്റിൽ എഴുതിയിടാൻ പറയുന്നത്. സോ പ്ലീസ് കീപ് ഗോയിങ് അഹെഡ് വിത്ത് യുവർ പ്രാക്ടീസ് ഓൺ എ ഡെയിലി ബേസിസ് ആൻഡ് എക്സ്പ്രസ് യുവർ ഫീലിങ്സ് വൈൽ ആഫ്റ്റർ ഹാവിങ് ഡൺ ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.